കുറച്ച് നേരം നല്ല വികൃതിയാ. നേരെ അമ്മേന്റെ ഉണ്ടോ ചോളത്തേക്ക് കയറി. അതെ അമ്മൂസ ഇറങ്ങി. ഇതാണ് മരപ്രഭുല്ലേ. ഹായ്, ഹലോ, എല്ലാവർക്കും സുഖല്ലേ? അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? വി ഫോർ വെറൈറ്റി വെബ്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്വാഗതം. എന്താണ് പരിപാടി? വന്നപ്പേക്ക് രണ്ടുപേരും അടി തുടങ്ങി. എന്താ പ്രശ്നം? വാതിലടക്കണ്ട. കുറുമ്പി, നീ വന്നപ്പേക്ക് നിന്റെ കുറുമ്പത്തരം തുടങ്ങി കേട്ടോ. ഓക്കെ, ഇത് ഏട്ടൻ പോയി. എന്താ കാണിക്കണേ? ഇടുവാ. അമ്മൂസ് വന്നപ്പേക്ക് തുടങ്ങിട്ടോ വികൃതി. എന്തേ പോയോ? പോയില്ലേ? പൊട്ടും അമ്മൂസേ. വീഴൂട്ടോ. വീണ വരണ്ട ഈ കളി. എണീക്ക് വാ അമ്മു, വാ. നമുക്ക് അമ്പലത്തിൽ നടക്കി കൂടെ പോണ്ടേ? എനിക്ക് റെഡി ആയാലും പോളൂട്ടോ. അടി വിടണ്ട. നോക്കേ, അടി വിടണ്ട. പാവം ഏട്ടൻ പാവല്ലേ അമ്മൂസേ? ഏട്ടൻ പാവല്ലേ അമ്മു? ഏട്ടൻ പാവല്ലേ? ധ്രുവിനാണ് കടിയെല്ലാം കൊള്ളും. അമ്മൂസിനെ കൊണ്ടുണ്ട. അപ്പൊ ആരിഷ്ടല്ല? അച്ഛനും അമ്മേനും ഇഷ്ടല്ലേ? അച്ഛനും അമ്മ ഓസ്ട്രേലിയ പോയല്ലോ തിരിച്ച്. അത് വേണ്ടല്ലേ? വേണ്ട. ഇല്ല. അയ്യോ അടിക്കരുത് അമ്മോ, അടിക്കരുത്. എന്തത്? ഏട്ടൻ കണ്ടോട്ടെ അമ്മൂസേ. വീടാ. ഏട്ടൻ കണ്ടോട്ടെ അമ്മു. ഏട്ടൻ കണ്ടോട്ടെ. പുഷ്പയോ? നീ പുഷ്പേനെ അനുകരിക്കുകയാണോ? ചവിട്ടി. ഇന്ന് എൻ്റെ കൂടെ അപ്പൂട്ടനാണ് കേട്ടോ വ്ളോഗ് ചെയ്യാൻ വന്നത്. ധ്രുവയും ധ്രുവിനൊക്കെ കുറച്ച് തിരക്കാണ്. അവർക്ക് ധ്രുവിന് വയലിംഗ് ക്ലാസ് ഉണ്ട്. അപ്പം അതിനെ കൊണ്ടുപോയി വിടണം. പിന്നെ അവർ അമ്പലത്തിൽ തൊടാൻ വരുന്നുണ്ട്. ഞങ്ങൾ ചെറിയൊരു വ്ളോഗ് ഇവിടുന്ന് ചെയ്യാതെ വിചാരിച്ചു അമ്പലത്തിൻ്റെ അടുത്ത്. ഇത് അമ്പലത്തിൻ്റെ പടിഞ്ഞാറ് നടക്കലാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്കൊന്നും എടുക്കാനുള്ള അവകാശമില്ല. കാരണം വെച്ചാൽ അതെന്തോ കർശനാക്കിയിട്ടുണ്ട്. ഈ നടപ്പന്തലിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്കൊന്നും എടുക്കാൻ പറ്റില്ല. ഇത് അമ്പലത്തിൻ്റെ പടിഞ്ഞാറ് നടയാണ് വരുന്നത്. പടിഞ്ഞാറ് നട. ഇതാണ് ജയശ്രീ തിയേറ്റർ. ധ്രുവിനും അപ്പൂട്ടനും എല്ലാ സിനിമയും ഇവിടെ വന്ന് കണ്ടു പോകാറുണ്ട്. ഇത് ഈ പടിഞ്ഞാറ് നടക്കത്തിനാണിത്. ഇത് ഗുരുവായൂർ പടിഞ്ഞാറ് നടക്കത്തിനുള്ള ഹോട്ടലിൻ്റെ രാജവത്സവമാണ്. അപ്പൂടൻ ഒരു രക്ഷയില്ല കേട്ടോ. ഇവന് ഇവിടെ വന്നപ്പോഴേ എല്ലാവരെയും പരിചയക്കാർ, ഓട്ടോറിക്ഷക്കാർ മുതൽ ഓരോ ഷോപ്പിൽ നിന്ന് ആൾക്കാർ വന്ന് വിളിക്കുകയാണ് അപ്പൂടനെ. ഒരു രക്ഷയില്ല. ആള് ഭയങ്കര ഫേമസാ. നടക്കാറില്ല. ഇവിടെ ആൾക്കാർ കുറെ വേസ്റ്റും പിന്നെ സാധിക്കും. ആണോ? വേണ്ടതൊക്കെ അവർ സാധിക്കും. വേണ്ടതൊക്കെ സാധിക്കുമോ? അതെ. അപ്പൊ സൂക്ഷിച്ച് നടന്നില്ലെങ്കിൽ പണി കിട്ടില്ലേ? അതെ. ഇതാണ് അയ്യപ്പന്മാരുടെ ഷോപ്പ്. അത് പഴയ ഒരാളാണ് ഇവിടുത്തെ. ഇവിടെ എല്ലാ സാധനവും നമുക്ക് ഹോൾസെയിൽ വിലയ്ക്ക് കിട്ടും കേട്ടോ. നല്ല വില കുറവാണ് ഇവിടുത്തെ സാധനങ്ങൾ മേടിക്കാൻ. ഇത് പടിഞ്ഞാറ് നടക്കത്തിനാണ് ഇത് വരുന്നത്. ഞാൻ എല്ലാ ഷോപ്പിൻ്റെ വീഡിയോസ് സെപ്പറേറ്റ് എടുക്കുന്നുണ്ട് വ്ളോഗായിട്ട്. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ഈ അറൗണ്ട് ഗുരുവായൂരൊന്ന് കാണിച്ചു തരാച്ചിട്ടാ. അതാണ് പഴയടം രുചി.
അത് ഇവിടെ തുടങ്ങിയിട്ടുണ്ട് അല്ലേ? ആ ഇവിടെ ഈ പഴയടം രുചി തുടങ്ങിയിട്ടുണ്ട്. നല്ല അഭിപ്രായമാണ് കേൾക്കണേ. ഫുഡൊക്കെ ഇതാണ് പാഞ്ചജന്യം റെസ്റ്റ് ഹൗസ്. ഇവിടെ റൂം ഇവിടെ കിട്ടുകയാണെങ്കിൽ നല്ലതാണ്. കാരണം നല്ല അഫോർഡബിൾ പ്രൈസാണ് ഇവിടെ. പക്ഷേ കിട്ടാൻ നല്ല പണിയാണ്. മുന്നേ ബുക്ക് ചെയ്യേണ്ടി വരും. ഇത് തെക്കേ നടക്കിലാണ് വരുന്നത് അമ്പലത്തിൻ്റെ. ഇതിൻ്റെ ഉള്ളിലാണ് പഴയടം രുചി. ഇതാണ് പാഞ്ചജന്യം. ദേവസ്വം ഓഫീസ്. ദേവസ്വം ഓഫീസ്. അത് ഇപ്പുറത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും ദേവസ്വം ഓഫീസ്. ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ഓഫീസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇത് ശ്രീവത്സം ഗസ്റ്റ് ഹൗസാണ്. ഇവിടെയാണ് മറ്റേ ആനയുടെ പ്രതിമ ഇല്ലാണ്ടല്ലോ, മരപ്രഭു. അപ്പോൾ വാ. ഇവിടെ ഗുരുവായൂർ കേശവൻ്റെ ആനയുടെ പ്രതിമയൊക്കെ ഉണ്ട്. മഞ്ജുലാൽ എന്നുള്ള പേര് വരാൻ കാരണം എന്താണെന്നറിയോ? എന്തിന്? അവിടെ സ്ഥലമില്ലേ മഞ്ജുള എന്നുള്ള, അവിടെ എന്താ അങ്ങനെ പേര് വരാൻ കാരണം? എന്താ കാരണം? മഞ്ജുള എന്നുള്ളൊരു സ്ത്രീ ഈ മാല ചേർത്താൻ വേണ്ടിയിട്ട് ആ നടേൻ്റെ അവിടെ വന്നിരുന്നു. അപ്പോഴേക്കും അവിടെ അതായത് അവിടെ അടച്ചു അമ്പലം. അപ്പോ ചാർത്തണമ്പോ ഒരു മരം ഉണ്ട് അവിടെ. ചാർത്തി അതന്നെ, ആ ആലില് ചാർത്തി. പിറ്റേ ദിവസത്തേക്ക് ആ മാല അവിടെ വിഗ്രഹത്തിൽ കഴുത്തിൽ കിടക്കുന്നു. ഗുരുവായൂർ അമ്പലത്തിനുള്ളിൽ അങ്ങനെയാണ് മഞ്ജുലാൽ. അപ്പൊ ആലില് തൂക്കിയിട്ടപ്പോ അവിടെ പേര് മഞ്ജു ലാൽ. ഇവിടെ എന്തൊക്കെയോ ഫോട്ടോകളൊക്കെ ഉണ്ട്. ഇവിടെ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ. ഇത് പുതിയതല്ലേ ഈ ശില്പം? അല്ലല്ല, കുറെ കാലമായിട്ടുള്ള. ഇതല്ലല്ലോ, മറ്റേതല്ലേ പഴയത്? അല്ലല്ല, ഈ കേശവനൊക്കെ മുമ്പേ ഉള്ളതാ. അതല്ല, അത് അപ്പുറത്ത് നോക്കിയേ. അതും ഇതൊക്കെ മുമ്പേ ഉള്ളതാ. ആണോ? ആ, ഞാനിവിടെ വന്നിട്ട് എത്ര പ്രാവശ്യം. ഇതാണ് മരപ്രഭു അല്ലേ? നോക്കിയിട്ട് എന്റെ കഴുത്ത് കാണിക്കുന്നു. ഗുരുവായൂർ വരികയാണെങ്കിൽ ഇവിടെ വന്നിട്ട് ഇവിടെയൊക്കെ ഫോട്ടോ എടുക്കുന്നതിന് വീഡിയോ എടുക്കുന്നതിനൊന്നും കുഴപ്പമില്ല. നടക്കലേക്ക് മാത്രമേ പ്രശ്നമുള്ളൂ. വിഷ്ണുവിൻ്റെ വിഗ്രഹം. ഇവിടെ വിഷ്ണുവിൻ്റെ നല്ലൊരു പ്രതിമ ഉണ്ട് കേട്ടോ. അപ്പുറത്ത് നല്ലൊരു ഗജരാജൻ ഉണ്ട്. ഇതാണ് ഗുരുവായൂർ അമ്പലത്തിൻ്റെ തെക്കേ നട. ഈ അമ്പലത്തിൽ ചുറ്റും നടക്കുന്ന നല്ല വൈബാട്ടോ. നീ എന്താ കാണിക്കുന്നത്? വാ അപ്പോട്ടെ വാ. ഇവിടെ ഈ തെക്കേ നടക്കെ തന്നെ നിങ്ങൾക്ക് ഡോർമെട്രി കാണാം. ഇത് ദേവസ്വത്തിൻ്റെ അല്ലേ അപ്പൂട്ടാ? അതെ. ഇവിടെ പൈസ വളരെ കുറവാണ്. ലേഡീസിനും ജെൻസിനും രണ്ട് സൈഡിലാണ് വരുന്നത്. നമസ്തേ. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ മെഡിക്കൽ സെൻറ്റർ.
ഇത് ഭയങ്കര ചീപ്പാട്ടോ. ഗുരുവായൂരിൽ ഇവിടെ ഒരു ഡോക്ടറെ കാണാൻ നമുക്ക് 10 രൂപ, സാധാരണ ആൾക്കാർക്കല്ല 10 രൂപ, ഗുരുവായൂർ ദേശവാസികൾക്ക് 10 രൂപയും. പിന്നെ ഇപ്പോൾ അമ്പലത്തിൽ ഉള്ള കീശാന്തിമാർ അല്ലെങ്കിൽ അമ്പലത്തിൽ വർക്ക് ചെയ്യുന്ന ആരെങ്കിലും ആണെങ്കിൽ ഫ്രീ ആണ്. ഇവിടെ സ്പെഷ്യലിസ്റ്റുകളും ഇടയ്ക്ക് വരാറുണ്ട് ഡോക്ടേഴ്സ്. ഇതാണ് ഗുരുവായൂർ ദേവസ്ഥത്തിൻ്റെ. ഇവിടെ കിഴക്കേ നടക്കിൽ എത്തുന്നതിന് മുന്നേ പടിഞ്ഞാറ് നടക്കുന്നത് വരുമ്പോൾ തെക്കേ നടക്കുന്നത് വരുമ്പോൾ ഇവിടെ കിഴക്കേ നടക്കിൽ എത്തുന്നതിന് മുന്നേ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഗുരുവായൂർ ദേവസ്വം മൾട്ടി ലെവൽ കാർ പാർക്കിങ്. ഇവിടെ പുറത്തുനിന്ന് വരുന്ന വണ്ടികൾക്കൊക്കെ അധികം പൈസ ഒന്നുമില്ല, ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഈ അയ്യപ്പന്മാരുടെ ശബരിമല സീസൺ ആവുകൊണ്ട് നല്ല തിരക്കാണ്. ഈ സൈഡിലൂടെയൊക്കെ അമ്പലം മൊത്തം തിരക്കാണ്, ഇപ്പോൾ നല്ല തിരക്കാണ്. നേരമായി കഴിഞ്ഞാൽ തിരക്കും കൂടും, കാണാനും നല്ല ഭംഗിയില്ല അമ്പലത്തിൽ ചുറ്റും. കിഴക്കേ നട. ഈ ഗോപുരം പുതിയതായിട്ട് പണിയെടുപ്പിച്ച. ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും ഗുരുവായൂർ ഏകാദശിയോടനുബന്ധിച്ച ചെമ്പൈ സംഗീതോത്സവം. അമ്പലത്തിൻ്റെ കിഴക്കേ നട. ചെമ്പൈ സംഗീതോത്സവ വേദിയിൽ ഇതുവരെ സംഗീതാർച്ചന നടത്തിയത് ഐശ്വര്യ GS തിരുവനന്തപുരം. തുടർന്ന് വേദിയിൽ കുമാരി ദേവി വൈഷ്ണവി സംഗീതാർച്ചന നടത്തുന്നു. ഇവിടെ നിറച്ച് കട കേട്ടോ. അമ്പലത്തിൻ്റെ ഉള്ളിൽ അല്ലെങ്കിലും ആ നടപ്പന്തിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ പിന്നെ മൊത്തം കടയാണ്. ഇത് നല്ലൊരു വൈബാണല്ലേ, രാത്രിക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നല്ല കുറേ കാഴ്ചകൾ കാണാൻ. ഈ കിഴക്കേ നടക്കുന്നത് ഇങ്ങനെ കാണുന്നത് റിംഗ് റോഡാണ്. വൈകുന്നേരമായി തുടങ്ങിയില്ലേ, ഇവിടെ നല്ല ലൈറ്റുകളും ജനങ്ങളൊക്കെ കൂടും. നമുക്കിനി മഞ്ഞളാലിൻ്റെ അടുത്തേക്ക് പോവാം, അവിടെ കാണിച്ചു തരാം. കൃപയും ഞങ്ങളെല്ലാവരും അധിക സമയം വരുന്ന ഹോട്ടലാണിത്, ശരവണഭവൻ. ഇവിടെ കാർ പാർക്കിംഗ് ഉണ്ട്, ടാക്സി സ്റ്റാൻഡ്, കാർ പാർക്കിംഗ് അല്ല, ടാക്സി സ്റ്റാൻഡ് ഉണ്ട് ഇവിടെ. ഇതാണ് അപ്പൂട്ടൻ പറഞ്ഞ മഞ്ഞുളാൽ കേട്ടോ. മഞ്ഞുള എന്നുള്ള പേര് വന്ന കാര്യങ്ങളൊക്കെ അപ്പൂട്ടൻ പറഞ്ഞതില്ലേ, അല്ലേ അപ്പൂട്ടാ? നീ പറഞ്ഞതല്ലേ? അതെ. ഈ അമ്പലത്തിൻ്റെ ചുറ്റും നടക്കാൻ നല്ല വൈബാണ്. ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു എന്താ പറയുക, ഒരു മനസ്സിനൊക്കെ നല്ലൊരു ഇത് കിട്ടും. ഈ ഒരു ആഗ്രഹം കൊണ്ടല്ലേ നമ്മളിവിടെ ഒരു വീട് വെച്ചേ ഗുരുവായൂർ. ഇവിടെ ബസ്സുകാർ നമ്മൾ നല്ല അടിയാണ്. ബസ്സുകാരും ഒരു ബൈക്കാരനും. അല്ല ബൈജേട്ടാ, ബൈജേട്ടൻ ഓസ്ട്രേലിയ എടുത്ത സിറ്റീസാണല്ലേ, പിന്നെ എന്തിനാ അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നത്? ഇങ്ങോട്ട് ഗുരുവായൂർക്ക് പോകാം. ഈ വൈബൊക്കെ ഞങ്ങൾക്ക് നഷ്ടപ്പെടല്ലേ, അതുകൊണ്ടാണ് പോകുന്നത്. ഞങ്ങൾക്ക് എപ്പോഴെങ്കിലും പോകാമല്ലോ, പക്ഷേ ഇതെല്ലാം നമുക്ക് ഇനി ചിലപ്പോൾ ജീവിതത്തിലേ ഇതൊക്കെ സത്യം പറഞ്ഞാൽ നഷ്ടപ്പെടുകയാണ്. നമ്മളെ നാടിൻ്റെ പൂരങ്ങൾ, അമ്പലം,
ഇതെല്ലാം നഷ്ടപ്പെടല്ലേ. പിന്നെ അച്ഛൻ്റെ അമ്മേൻ്റെ ഇപ്പം കൂടെ നിൽക്കണ്ടേ? കേൾക്കണ്ടോ? ആ ആഗ്രഹം കൊണ്ട് പോന്നാ. ഇതാണ് ഇവിടുത്തെ പുതിയ ഹോട്ടൽ. ഏത് പുതിയതാ? ഹരേ ലക്ഷ്മി. യെസ്. ഗൈസ് നിങ്ങൾ പറയുന്നത് ഒരു അടിപൊളി വൈബ് തന്നെയല്ലേ? ഇപ്പൊ ഈ നല്ല തിരക്കുണ്ട്. അങ്ങനെ ഗുരുവായൂർ അമ്പലം നടയിൽ നിന്ന് ഞങ്ങൾ വീട്ടിലേക്ക് തന്നെ മെല്ലെ പോവാണ് തിരിച്ച്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പം നമ്മൾ എന്താ ചെയ്യണ്ടേ? അയ്യോ, എന്താ ചെയ്യണ്ടേ? അത് നീ പറ, ഞാനല്ല. എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ എല്ലാം ചെയ്തോളൂ കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.